ഹലോ ഗൈസ്, എന്തുള്ള വിശേഷം? നമ്മുടെ ചേകാടിലേക്കുള്ള യാത്രയുടെ പാർട്ട് 6 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ സ്ഥലങ്ങളാണെന്നോ ഇവിടുത്തെ. ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും കണക്റ്റ് ആവും. നല്ല അടിപൊളി സ്പോട്ടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമുക്ക് കാട്ടിലൂടെ മാത്രം യാത്ര ചെയ്തിട്ട് വേണം നമ്മുടെ ചേകാടിലേക്ക് എത്താൻ. എങ്ങനെയുണ്ട് ഭംഗി? ഈ വീഡിയോസൊക്കെ എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണിക്കാം. പക്ഷേ എൻ്റെ യാത്ര എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഏരിയകളും നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ മൊത്തമായിട്ട് വീഡിയോ ഇടുന്നത്. അല്ലാതെ നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എൻഡിങ് ആൻഡ് സ്റ്റാർട്ടിങ് വീഡിയോസ് ആക്കി ഇടാൻ പറ്റും. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഞാൻ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കൃത്യമായാണ് എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എന്തായാലും ഇലക്ഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ഏരിയയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചേട്ടാ എന്തൊക്കെയാ? അങ്ങനെ നമ്മൾ നല്ല വയലുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടൗണും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നല്ല അടിപൊളി ഒരു സ്പോട്ട്. ഏത് കാടിൻ പ്രദേശങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ? ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണേണ്ടതാണ്. കാരണം വെച്ചാൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത്രയും മനോഹരമായ ഏരിയകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ് കിട്ടാൻ യാത്ര തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അങ്ങനെ നമ്മൾ വീണ്ടും ഫോറസ്റ്റിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഹാ, എന്താ ഭംഗി! ഏറുമാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഫോറസ്റ്റാണേ. എന്ത് ഭംഗിയല്ലേ! ഇവിടുന്ന് ഉറക്കെ കൂക്കിടാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. എൻ്റെ മോനെ, പുളിക്കാട് തന്നെ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ പുല്ലുകളൊക്കെ തിന്നുന്നുണ്ട്. ആനകളുണ്ടാവുന്നുള്ളൊരു ഭയവും കൂടിയുണ്ട്. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. നമ്മൾ ചേകാടിലേക്ക് പോകുമ്പോൾ കാടുകളൊക്കെ അല്ലേ നമുക്ക് കാണേണ്ടത്. ഇത്രയൊക്കെ ഈ ലൈഫിൻ്റെ ഫീലിംഗ് ഒക്കെ ഞാൻ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഞാൻ അനുഭവിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എന്തായാലും എല്ലാ വീഡിയോസിലും നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോസും നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ കുറുവാ ദ്വീപിലേക്കുള്ള ടേണിംഗ് ആണ് കാണുന്നത്. കുറുവാ ദ്വീപ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള പോകുന്ന സ്ഥലങ്ങളാണ്. കുറുവാ ദ്വീപിലേക്ക് ഈ റൂട്ടിൽ കൂടി തന്നെ പോകുന്നത്. ഇതാണ് മെയിൻ ഫോറസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലൂടെ ആനകളും പുലികളും എല്ലാം ഉണ്ടെന്നുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ് മോനെ. കാട് ഏതാ റോഡ് ഏതാന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ബോർഡാണിത്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇടരുത്. പിന്നെ അതുപോലെ തന്നെ വന്യജീവികളുണ്ട് എന്നൊക്കെ പറയുന്ന ഫോറസ്റ്റ് ബോർഡാണിത്.
ഏകദേശം നമ്മൾ കാടിൻ്റെ നടുവിലെത്തിയേ. നമ്മുടെ കൂടെ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സിംഗിളായിട്ടാണ് ഈ റൈഡ് പോകുന്നത്. ആരും കാണാനില്ല കേട്ടോ. എൻ്റെ മോനെ പേടിയുണ്ട്, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. മുന്നിൽ ആനകളോ കാര്യങ്ങളൊക്കെ ഒന്ന് വരുമെന്നുള്ള പേടിയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാടിൻ്റെ ഉള്ളിലൂടെ റോഡ് മരങ്ങളിലൊക്കെ നടുവിലൊക്കെ കാണാം. പെട്ടെന്ന് നമുക്ക് റോഡിൻ്റെ സൈഡിൽ കൂടി തെന്നി മാറേണ്ടി വരും. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടെ നോ സൗണ്ട്, നോ നിർത്തിയിടരുത്. ഈ കാട്ടിലൊരിക്കലും വണ്ടി നിർത്താനൊന്നും പാടില്ല. കുറേ നേരമായിട്ടോ നമ്മൾ കാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന. നല്ല പേടിയുണ്ട് കേട്ടോ. ബാക്കിലൊന്നും വണ്ടിയില്ല, മുന്നിലും വണ്ടിയില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ മോനെ പൊളി സ്ഥലം. യാത്രകൾ മനോഹരമാക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, യാത്രകൾ മനോഹരമാക്കുന്നത് കൂടെയുള്ള ആളോ കൂടെയുള്ള വണ്ടിയോ ഒന്നും ഇല്ല, നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ്സിന്. സത്യമാണ് ഞാൻ പറയുന്നത്, അത് തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ്സാണ് ഏറ്റവും നല്ല യാത്രാ സഞ്ചാരിക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. നമ്മൾ ഏത് കാട്ടിലായാലും ഏതിലായാലും നമ്മൾ ആസ്വദിച്ച് ഹാപ്പി ആയിട്ട്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നേരെ വണ്ടി ഉറങ്ങിപ്പോയാൽ നേരെ വണ്ടി മരത്തിൻ്റെ മുകളിലേക്ക് പോകുന്നതായിരിക്കും. എന്താ അല്ലേ ഭംഗി. പേടിച്ചുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല സ്പീഡിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ നല്ല പേടിയുണ്ട് ഇവിടുന്ന്. എന്തെങ്കിലും ആനകളോ വന്നു കഴിഞ്ഞാൽ ആന നട് ഇവിടെ നിന്ന് എന്തായാലും ആന ഉണ്ടാവില്ല. നമ്മൾ താഴ്വരയുള്ള സ്ഥലത്താണ് ആന ഉണ്ടാവുക. എന്തായാലും അവിടത്തേക്കുള്ള നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട്, ഒന്ന് സൈഡാക്കി കൊടുത്തേക്കാം. സൈഡാക്കി. താഴത്തേക്ക് കട്ടറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളെ പുറത്തേക്ക് ആക്കുന്നത്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ മോനെ എന്ത് ഭംഗിയല്ലേ. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ എവിടെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും ഈ ഏരിയയിൽ വരേണ്ടതാണ്. ചേകാടിക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററോളം ഈ സ്ഥലം കാടിൻ്റെ ഉള്ളിലൂടെ എൻ്റെ മോനെ അഡ്വഞ്ചർ യാത്ര തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും വരിക. കുണ്ടിലൊക്കെ തുള്ളി നമ്മൾ പേടി. ആനയാകാൻ വന്നു കഴിഞ്ഞാൽ പെട്ട് തീർന്ന്. പുലി വന്നാൽ അതിലും വല്ല പെട്ട്. എൻ്റെ മോനെ എപ്പം വണ്ടി തട്ടിയേനെ. ഒരു കാർ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കാറിൻ്റെ അദ്ദേഹം ഒറ്റക്ക് തന്നെയാണ് വരുന്നത്. ഒരു ഓണ് പോലും അടിക്കുന്നില്ല മൂപ്പർ. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ യാത്ര ഹാപ്പി ആക്കാമെന്നല്ലാണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാം. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. എന്ത് വേണമെങ്കിലും കേട്ടോ. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് വേണം കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുകയാണെ, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് ആസ്വദിക്കുന്നത്. ഇത് എന്താല്ലേ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ഭംഗി തന്നെ. ഓക്കെ, എന്തായാലും ഫുൾ വീഡിയോ കാണുക.
അങ്ങനെ കൊടുങ്കാട്ടിൽ നിന്ന് ഏകദേശം നമ്മൾ നാട്ടിൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ ചേട്ടന്മാരെയൊക്കെ കാണാനുണ്ട്. ചെറിയൊരു നാട്ടിൻ പുറത്തേക്ക് എത്താനുള്ള സ്ഥലത്തിട്ടുണ്ട്. ഒരാട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു ചേട്ടനുണ്ട്. ഹോയ്